മറുനാടൻ മലയാളിയിൽ ഇന്നലെ വന്ന വാർത്ത പച്ചക്കള്ളം. പ്രണയിച്ച് വിവാഹം കഴിച്ച രണ്ടുപേർ ആദ്യ രാത്രിയിൽ ഭാര്യയുടെ അടുത്തേക്ക് പോയ ഭർത്താവ് കണ്ടത് മുറിയിൽ തൻ്റെ ഭാര്യയ്ക്ക് പകരം ഒരു ആണിനെ. ഇത്തരത്തിലാണ് മറുനാടൻ മലയാളിയിൽ ഇന്നലെ വന്ന ഒരു വാർത്ത നമ്മളറിഞ്ഞത്. ഇതിനെ തെളിയിക്കുന്ന തരത്തിലുള്ള 2 വോയിസുകളെല്ലാം പുറത്തു വന്നിരുന്നു. പക്ഷേ ഒരു അമ്മയും അച്ഛനും പോറ്റിക്കൊണ്ടുവന്ന ഒരു മകൾ, അവർ പോലും അറിയാതെ എങ്ങനെയാണ് ട്രാൻസ്ജെൻഡറായി മാറിയത്? ഇത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ആ പെൺകുട്ടിയെ ചെറുപ്പം മുതലേ തന്നെ അറിയാവുന്ന അച്ഛൻ്റെ സുഹൃത്ത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവൻ്റെ കല്യാണമായിരുന്നു 3-4 ദിവസം മുമ്പ്. കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത്. നമ്മുടെ ഐത്തരപ്പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം കഴിഞ്ഞവൻ അങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി. ആൾക്കാർ സെറിമണിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു. അവനെ ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു, ഒരു ചെറുക്കനായിരുന്നു. മറ്റ് ഏത് തരത്തിലും ഈ കാര്യം പ്രചരിപ്പിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ആളുകൾ വിശ്വസിക്കുമായിരുന്നു. കാരണം പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടും തൻ്റെ ഭർത്താവ് തൻ്റെ കാര്യങ്ങളെല്ലാം അറിയും എന്ന് മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ മൂടിവെക്കുക? ആ വാർത്തയിൽ തന്നെയുണ്ട് ഇത് പച്ചക്കള്ളമായിരുന്നു എന്നുള്ളത്. 4 ലക്ഷം രൂപയോളം ശമ്പളം വാങ്ങുന്ന ഒരു യുവതിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഇയാൾ ആദ്യ രാത്രിയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ നിന്നും പെൺകുട്ടിയും ഇയാളും തമ്മിൽ തെറ്റിപ്പിരിയാൻ കാരണമായത്. കാരണം മയക്കുമരുന്നിനും പോൺ വീഡിയോകൾക്കും അഡിക്റ്റായ ഇയാൾ സ്വന്തം ഭാര്യയാണെന്ന് പോലും നോക്കാതെ ആ മുറിയിൽ പരാക്രമങ്ങൾ കാണിച്ചതാണ് ഇതിൻ്റെ വ്യക്തമായ കാരണം. ഇത്തരത്തിൽ തൻ്റെ ഭർത്താവ് പ്രവർത്തിക്കുന്നത് കണ്ട ആ സ്ത്രീ അയാളെ വിലക്കിയതാണ്. പിറ്റേ ദിവസം കല്യാണ ചിലവുകൾ പോലും സെറ്റിൽ ചെയ്യാതെ ഇയാൾ ഇറ്റലിയിലേക്ക് മുങ്ങാനുള്ള കാരണവും. അല്ലെങ്കിലും മനസ്സിലാക്കുന്നവർക്ക് ഈ വാർത്ത ആദ്യം കേട്ടാൽ തന്നെ മനസ്സിലാകാൻ മാത്രമേ ഉള്ളൂ ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്ന്. അത് എങ്ങനെയെന്നാൽ തൻ്റെ ഭർത്താവ് തൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയും എന്ന് കരുതിയ ഒരു സ്ത്രീ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യം മറച്ചുവെക്കുക? അയാൾ മുമ്പ് തന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള വാർത്തയും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. കാരണം വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇറ്റലിയിലേക്ക് പോകാനും മാത്രം ടിക്കറ്റും മറ്റും ലഭിച്ചത് ഇയാൾ ആദ്യമേ ഈ കാര്യം കരുതിയിരുന്നു എന്നുള്ളതിലേക്കാണ് വഴിവെക്കുന്നത്. എന്തായാലും യുവതിയുടെ കുടുംബം ഇയാൾക്കെതിരെ കേസ് നൽകിയിട്ടുണ്ട്. ഇത് വ്യാജമാണെന്ന് തെളിയിക്കാൻ തരത്തിലുള്ള ചില വോയിസുകൾ ഇനി കേൾക്കാം. ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചിൻ്റെ പ്രൊഫൈൽ ഉണ്ടല്ലോ, നമ്മളുമായിട്ട് ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞാൽ പുള്ളി മരിച്ചിട്ട് ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ആൾ മരിച്ചിട്ട്. എൻ്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന ആ വഴിയുടെ സൈഡിൽ തന്നെയാണ് വീട്. ഇതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ വൈഫിൻ്റെ 2-3 റിലേറ്റീവ്സിൻ്റെ വീടുമുണ്ട്. അപ്പോൾ ഇത് കുഞ്ഞായിരുന്നപ്പോഴാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഇടയ്ക്ക് അവർക്ക് ചെല്ലുമ്പം അവിടെ വീടിൻ്റെ മുമ്പിൽ അവർ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ കാണുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ഇത് ആലോചിച്ചു, ഈ കൊച്ചിനെ ഞാൻ കാണാൻ അറിയുന്നതാണല്ലോ. ഇവർ താമസിക്കുന്നത് വീമ്പൂട്ടുപാറയിലാണ് താമസിക്കുന്നത്. ഇവരാണ് പണ്ട് ഇറ്റലിയിൽ നിന്ന് കോവിഡ് കൊണ്ടുവന്നെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ, ആ ചെറുക്കനായത്. പത്തനംതിട്ട ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു. ആ ചെറുക്കനായിരുന്നു. അവനെ മറ്റേ ഞാൻ കത്തോലിക്കത്തെ ഒരു പെണ്ണായിരുന്നു കല്യാണം കഴിച്ചു. തിരുമേനിയാണ് കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിച്ചിട്ട് അന്ന് വൈകിട്ടായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാണ് ചെറുക്കനും ഇവരുടെ വീട്ടിലാണ്, പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു. ഈ ചെറുക്കൻ സൈക്കോ ആയിരുന്നു. ഇവൻ രാത്രിയിൽ ആ പെണ്ണിനെ ഞാൻ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. ആ കൊച്ചൊക്കെ പേടിച്ചു. അന്നെ രാവിലെ ഇവൻ വിട്ടിട്ട് ഇവർ നേരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയേ. എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണാണോ മറ്റേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതാക്കിയിരുന്നു. കല്യാണത്തിൻ്റെ ഹോളിൻ്റെ പൈസ കൊടുത്തിട്ടില്ല, സ്റ്റുഡിയോ ഫാനിൻ്റെ പൈസ കൊടുത്തിട്ടില്ല, കേറ്ററിംഗിൻ്റെ പൈസ ഒന്നും കൊടുക്കാതെ പോയേക്കുന്നത്. ഇവനെ ഒരു സൈക്കോ ഇവനെ എങ്ങനെ പോയിരിക്കുന്നത്. അങ്ങനെ ആ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഐത്തലപ്പള്ളി വന്ന് അനുവച്ചനൊക്കെ സംസാരിച്ച് കേസ് കൊടുത്തേക്കുക. ചെറുക്കനെ ഇവിടെ തിരിച്ച് വിളിപ്പിക്കുകയാണ്.